السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا حبيب الله. ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദുമാരെ, ഇവിടെ വിളിച്ചു കൂട്ടിയ മുത്തഅല്ലിം സുഹൃത്തുക്കളെ, അബ്ദുല്ലാഹ് ഇബ്നു അലവിൽ അത്താദ് റളിയല്ലാഹു അൻഹു പ്രബോധന വൈദ്യാത്മികത എന്ന വിഷയത്തിൽ ആസ്പദമാക്കി ഏതാനും ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അല്ലാഹു തൗഫീഖ് മാറാകട്ടെ. ആമീൻ. ഹിജ്റ 1044 സഫർ മാസം 5-ാം തീയതിയിൽ തിങ്കളാഴ്ച ദിവസം യമനിലെ തെരീമേൽ പള്ളിയിൽ വെച്ചുകൊണ്ട് മഹാനറായ അത്താദ് റളിയല്ലാഹു അൻഹു ലോകത്ത് പൂജാതയാവുകയാണ്. ഉമ്മ സൽമാ ബിവിയുടെയും പിതാവ് സയ്യിദ് അലവി റളിയല്ലാഹു അൻഹുവിന്റെയും പരിചരണത്തിലാണ് മഹാനറായ അത്താദ് റളിയല്ലാഹു അൻഹു. മഹാനറായ അത്താദ് റളിയല്ലാഹുവിന്റെ ജീവിത തുടക്കം കുറിക്കുന്നത് ഒരു വലിയ പരീക്ഷണത്തിൽ അഭിമുഖീകരിച്ചു കൊണ്ടാണ്. അങ്ങനെ മഹാനായ അത്താദ് റളിയല്ലാഹു അൻഹു മാതാപിതാക്കൾ അബ്ദുല്ല എന്ന പേര് വെക്കുകയാണ്. കുഞ്ഞിമോൻ അല്ലാഹ് പ്രസവിച്ച അന്നത്തെ രാത്രി വല്ലാതെ കരയുകയാണ്. കാരണമല്ലസിച്ചു വയറിനെറിച്ച് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. ഭക്ഷണം കിട്ടാത്ത വിശപ്പല്ല, ഈ കുട്ടി വല്ലാതെ കരയുകയാണ്. കാരണമല്ലസിച്ചോ ഒരു തുമ്പിടിയും കിട്ടുന്നില്ല. അങ്ങനെ ഈ കുട്ടിയെ പുതച്ചിരിക്കുന്ന പുതപ്പൊന്ന് പരിശോധിച്ച് നോക്കി. അതാ സുബ്ഹാനല്ലാഹ്, അതിഗ്രാം വിഷയത്തിന്റെ ശേഷിയുള്ള തേലുകളുണ്ട്. ഈ ശേഷി വലിയ തേലതാ വിശ്വാസികൾ പറയുകയാണ് 20 കുത്തിയിട്ട് ഈ കുഞ്ഞിയ ശരീരം ചുവന്നു തുടിക്കുകയാണ്. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞതാണ്. ജീവിതം തന്നെ ഒരു വലിയ അഭിവിവരിച്ചു കൊണ്ടാണ്. അങ്ങനെ മാനവர்கள் ഇങ്ങനെ വളരുകയാണ്. 4 വയസ്സ് പൂർത്തിയായപ്പോൾ വസൂരി ആക്രമണം മാനവர்கள் കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുത്തി. എന്നാലും പതറാത്ത വീര്യത്തോടെ, തകരാത്ത ആദർശത്തോടെ എല്ലാം റബ്ബിലേക്ക് സമർപ്പിച്ചുകൊണ്ട് മഹാനരായ അത്താദ് റളിയല്ലാഹു അൻഹു വളരുകയാണ്. ചെറിയ പ്രായത്തിന് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ മനപ്പാഠമാക്കി. ഈ സന്തോഷത്തില് യമനിലെ പള്ളിയിൽ വെച്ചിക്കൊണ്ട് ശുക്രിന്റെ 2 റക്അത്ത് നിസ്കരിക്കുകയാണ് എന്ന് കരുതി ചെന്നപ്പോൾ നിസ്കാരം നിർത്താൻ തുകന്നില്ല. അവിടെ വെച്ചിക്കൊണ്ട് 200 സുന്നത്ത് നിസ്കരിക്കുകയാണ്. മഹാനവകളുടെ ജീവിതം തന്നെ ഇങ്ങനെയാണ്. ദിവസം 200 സുന്നത്ത് നിസ്കരിക്കുകയാണ്. ഇത്രയും ജീവിതത്തിൽ ആരാധകരുണ്ടല്ലോ മുഅ്മിനീങ്ങളെ. നിങ്ങൾക്കറിയില്ല, ലോകത്ത് ഒരുപാട് റാത്തീബുകളുണ്ടല്ലോ. എന്നാൽ റാത്തീബ് അദ്ദാദിനെ പോലെ ലോക മുസ്ലിമീങ്ങൾക്ക് പരിചയമുള്ള ഒരു റാത്തീബ് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? റാത്തീബ് അദ്ദാനിക്ക് കൃത്യമായ ഒരു വലിയ പ്രാശസ്ത്യമുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് നിർത്താൻ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.